അല്ലാഹ് കൂടെ ഉണ്ടാകും, നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു. നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം, എവിടെയും കയറി പോകാം. ഒരു രാഷ്ട്രീയക്കാരൻ കാറിലുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും ഞെളിഞ്ഞിരുന്ന്. കാരണം എന്താ, പിടിച്ചാ പറയും MLA വിട് തീർന്നു. അയാടെ ഒരു ഗൗരവവും അയാടെ ഒരു ഫഖറും. പിന്നെന്താ, ഒരു പോലീസുകാരനെങ്ങാനും കൂടെ വന്നിരുന്നപ്പോൾ SIO CIO SPO DYSPO അവരുടെ ഫോൺ നമ്പറെങ്ങാനും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ DYSP വിളിക്കുന്നല്ലേ, എന്താന്ന് ചോദിക്കട്ടെ. ഇയാളങ്ങ് പതുക്കെ പെണ്ണുമ്പിള്ളയും കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത് ഒലിച്ചിരുന്ന് കല്ലോട്ടാൻകുഴി പോയിരുന്നേ വിളിക്കുള്ളൂ. DYSP വിളിച്ചത് എന്തോ വലിയ കാര്യം പോലെ, SP വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, CI വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ. അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ. എത്രയോ പേരുടെ നമ്പർ കിട്ടും, എത്രയോ പേരുമായി ബന്ധപ്പെടാം, എത്രയോ പേരുമായി സുഹബത്ത് ഉണ്ടാക്കാം. CIയുടെയോ DGPയുടെയോ മുന്നിൽ പോയി നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ. അവരെന്താ കൊന്നുകളയോ തിന്നുകളയോ, നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാമല്ലോ. മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, ആഭ്യന്തര മന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, പട്ടാളക്കാരുടെ മുന്നിൽ പോയിരിക്കാമല്ലോ. കൊന്നുകളയുമോ നമ്മളെ? ഇല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പക്ഷെ അല്ലാഹു കൂടെ വരണമെങ്കിൽ അത് ഇത്തിരി പാടാണ്. ആ നമ്പർ ഒന്ന് മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ്. 756 കിട്ടാൻ ഇല്ലേ? 756 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹയെ കൂട്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അത് പിടിക്കാൻ നീ നോക്ക്, നീ ആരെയും പേടിക്കണ്ട. രണ്ടാമത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകുന്ന ഓഫർ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. വഅലമൂ, അറിഞ്ഞുകൊള്ളണം, അറിയുവിൻ സഹോദരങ്ങളെ, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. മുത്തഖീങ്ങളോടൊപ്പമാണ്, മതഭക്തന്മാരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു, ഭയപ്പെടുന്നവരോടൊപ്പമാണ് അല്ലാഹു, ഉപകാരം ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹു. തഖ്വ ഉള്ളവർക്ക് മാത്രമേ തന്റെ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയൂ, അയൽവക്കക്കാരെ അയൽവക്കക്കാരനായി കാണാൻ കഴിയൂ, തന്റെ വൃദ്ധരായ മാതാപിതാക്കളെ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയൂ. അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണല്ലോ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു മഈ എന്താ അതിന്റെ അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞൂടെ, ഉസാറായിട്ട് റാത്തീവ് നടത്തി ഫുലൂസ് തീറ്റിയും എല്ലാം, അതൊക്കെ ജോറ്. അർത്ഥം എന്താണെന്നും അറിയില്ല, അർത്ഥം എന്താണെന്നറിയില്ല. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മഹാന്മാരുടെ ചിന്ത അങ്ങനെയായിരുന്നു. മഹാന്മാരെ ആദരിക്കേണ്ടവരെ ആദരിക്കണം സുഹൃത്തുക്കളെ, അവരുടെ പാത പിൻപറ്റണം സുഹൃത്തുക്കളെ, അവരെ മഹത്വപ്പെടുത്തണം സുഹൃത്തുക്കളെ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതല്ലാതെ അവരെ പുകഴ്ത്തിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദിസ സിർറുഹു, അദ്ദേഹത്തിന് മുഹീദ്ദീൻ എന്ന് പേര് കിട്ടാൻ കാരണം ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മുഹീദ്ദീൻ, ദീൻ ജീവിപ്പിച്ച വ്യക്തി. അസ്തമിച്ചു കടന്ന ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പരിശ്രമിച്ച മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഭയപ്പെട്ട മഹാനായിരുന്നു. അതാണ് അല്ലാഹു ഹാദിർ, അല്ലാഹ് ഇവിടെയുണ്ട്.
അല്ലാഹു ഷാഹിദ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സാക്ഷ്യമാണ്. അല്ലാഹു നാദിർ, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മഈ, അവൻ എന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. റാത്തീബും കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തേങ്ങ കിടക്കുന്നു, ഉണക്കത്തേങ്ങ. പെതുക്കെ എടുത്ത് അങ്ങ് സൈക്കിളിന്റെ വിറകെടുത്ത് അങ്ങ് വെക്കും. എന്തോ ഇവൻ ദിക്ർ ചൊല്ലിയത്? അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാളിറായിരുന്നു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും. അവൻ സാക്ഷ്യം വഹിച്ചു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും. അല്ലാഹു മഈ, ഇതെടുത്ത് ഞാൻ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അല്ലാഹു എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവൻ നാളെ വലിയ ആള് ചമഞ്ഞ് മുത്തഖിയായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച തമ്പുരാൻ ചോദിക്കും, യൂതൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ വേളയിൽ ഓരോരുത്തരെ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, അദ്ദി അമാനതക, മോനെ നിന്റെ അമാനത്ത് നീ നിറവേറ്റടാ. എന്താണ് എന്റെ അമാനത്ത്? ഓർത്തു നോക്ക്. ഇന്ന പാതിരാ സമയത്ത് ഇന്ന പുരയിടത്തിൽ കയറി കരിക്ക് വെട്ടിയിട്ട് തിന്നില്ലേ? ഇന്ന പള്ളിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആദ്യമായിട്ട് ഇറങ്ങിപ്പോയി നല്ല ചെരുപ്പടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? ഇന്ന കടയിൽ നിന്നെ ജോലിക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ജോലിക്കാരനായി നിന്നുകൊണ്ട്, മുതലാളിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആസ്മയുടെ പണി നടത്തിയില്ലേ? ആസ്മ എന്ന് പറഞ്ഞ വലുവ്, പൈസയുടെ വലുവ്, റിയാലിന്റെ വലിവ്. പെതുക്കെ നീ വലിച്ച് അടിച്ചു മാറ്റിയില്ലേ? എത്രയെത്ര ബൈക്കുകൾ കൊണ്ട് നിരത്തി വെച്ചപ്പോ പെട്രോൾ ഊറ്റിയില്ലേ? എത്രയെത്ര സഹോദരങ്ങളുടെ വീട്ടിൽ കയറി റബ്ബർ ഷീറ്റ് മോട്ടിച്ചില്ലേ? എത്ര സഹോദരങ്ങൾ പള്ളിയിൽ മറന്നു വെച്ചിട്ട് പോയ വാച്ച് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? പള്ളിയുടെ കാണിക്ക വഞ്ചിയിൽ ഇടാൻ വേണ്ടി ബസ്സിൽ നിന്ന് എറിഞ്ഞ പൈസ അത് നിന്റെ പോക്കറ്റിലേക്ക് നീ താഴ്ത്തിയില്ലേ? അദ്ദി അമാനതക, അതൊക്കെ ഇങ്ങോട്ട് വീട്ട്, ഇങ്ങോട്ട് വീട്ട്. അല്ലാഹു ചോദിക്കുകയാണ്. ഉടനെ ഇവൻ പറയും, ഐ റബ്ബി കൈഫ, പടച്ചവനെ ഞാൻ അത് എങ്ങനെയാണ് വീട്ടുന്നത്? ഖദ് ദഹബത്തി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. ദുനിയാവിലായിരുന്നെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുക? അല്ലാഹ്, ദുനിയാവിലായിരുന്നേ ഉണക്കത്തേങ്ങാൻ കൊടുക്കാറുണ്ട്. വെറുതെ 3 രൂപയുടെ ഉണക്കത്തേങ്ങ എടുത്ത് പടച്ചവനെ ഇത്രയും നിസ്കരിക്കുക ഇബാദത്തും ചെയ്ത് ആ തേങ്ങാടെ പേരി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നല്ലോ. അല്ലാഹ് ശപിക്കും. കാര്യമില്ല ശപിച്ചിട്ട്. അവിടെ തെങ്ങുമില്ല, പുരയിടമില്ല, ഇതൊന്നും കാണാനും പറ്റൂല. വല്ലവന്റെ മൊബൈൽ സുജൂദി കിടന്നപ്പം പതുക്കെ അടിയിൽ കൂടെ കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പോവാ. പടച്ച തമ്പുരാനെ, തറാവീഹ് നമസ്കരിക്കാൻ വരുമ്പോൾ മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് വരണേ. കാണിരുന്ന് ഉറങ്ങിപ്പോയാൽ മൊബൈൽ കാണൂല. പിന്നെ പള്ളിയിൽ നിന്ന് കട്ടുകൊണ്ട് പോവാ, കൂലി കൂടുതൽ കിട്ടും ഇല്ലേ? പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോ കൂലി കൂടുതൽ കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കി. എടുത്തോണ്ട് പോകുന്നതിന് ആരുടെയെങ്കിലും സാധനം എടുക്കുന്നില്ലെന്ന് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. എടുത്തു മാറ്റിക്കൊണ്ട് പോകും, എന്നിട്ട് നിസ്കരിക്കും, ദുആ ചെയ്യും. ഓ എല്ലാം ഓക്കെ, അല്ലാഹ് എല്ലാം കണ്ടോണ്ടിരിക്കുക, അങ്ങ് വാ. അല്ലാഹ് എല്ലാം കണ്ടോണ്ടിരിക്കുക, നീ എടുക്കുന്നൊക്കെ. പക്ഷെ അല്ലാഹ് എന്താ ഒന്നും അറിയിക്കാത്ത എന്താ? നീ അങ്ങ് പരീക്ഷാ ഹാൾ, ഇത് പരീക്ഷാ ഹാളാണ്. പരീക്ഷാ ഹാളില് നമുക്കറിയാവുന്ന സാറാണ് അധ്യാപകൻ, അദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ സാറിന് ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥി, സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം തെറ്റായ മറുപടിയെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സാറ് നോക്കും, അടുത്ത് പോയി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കുമല്ലോ, മൂപ്പിൽ അങ്ങോട്ട്. അപ്പൊ നോക്കുമ്പം ഇവൻ അടുത്ത എഴുതുന്ന മൊത്തം തെറ്റാണ്, മൊത്തം തെറ്റാണ്. സാർ എന്തേലും പറയാൻ പറ്റുമോ? അത് മാറ്റി എഴുത്, അത് തിരുത്തി എഴുത്, അത് അങ്ങനെയാണോ ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? പരീക്ഷാ ഹാൾ. എന്നാ ക്ലാസ് റൂമിലാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തെറ്റിയാല് വീക്ക് കിട്ടൂല നല്ലത്. അതുകൊണ്ട് ഇത് പരീക്ഷാ ഹാളാണ്. നിങ്ങൾ ചെരുപ്പടിച്ച് മാറ്റണതും, പൈസ അടിച്ചു മാറ്റണതും, റബ്ബർ ഷീറ്റ് മോട്ടിക്കണതും, തേങ്ങ എടുക്കണതും, കരിക്ക് വെട്ടണതും, പശുവിനെ അഴിച്ചുകൊണ്ട് പോണതും, കോഴിയെ പിടിച്ച് അതിൽ നിന്ന് കോഴിക്കൂട്ടിൽ നിന്ന് എടുത്ത് രാത്രി ഫ്രൈ അടിച്ച് തിന്ന് മറ്റേ മണിച്ചം വാട്ടറിൻ്റെ കൂടെ കുടിക്കുന്നതും, ഇതെല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചീനി കൃഷി നടത്തും. നേരം വെളുക്കുമ്പോൾ എല്ലാം പൊഴുതുകൊണ്ട് പോകും പഹയന്മാര്. ഇത് രക്ഷപ്പെടുവോ ഇവരൊക്കെ? ഇത് ഈ ചീനിയുടെ ഇതുമായിട്ട് മൂടുമായിട്ട് വരണം നാളെ ആഖിറത്തിൽ. ഇവ അള്ളാഹിന്റെ അടുക്ക പറ, പടച്ചവനെ ഒന്നും ഇല്ലല്ലോ അല്ലാഹ്, ദുനിയാവ് നഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പൊ എവിടുന്ന് എടുത്തു തരിക? എവിടുന്ന് അടുത്തെന്ന് കാണിച്ചു തരാം. ഉടനെ അല്ലാഹു തആല പറയും മലക്കുകളോട്, ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, ഇവനെ ഹാവിയ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. ഫയുൻതലഖു ബിഹി ഇലൽ ഹാവിയ, ഹാവിയയിലേക്ക് ഇവനെ തള്ളപ്പെടുമ്പോൾ അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക്
മുഖം കുത്തപ്പെട്ട നിലയിൽ വന്ന് കമിഴ്ന്നടിച്ച് വീഴുമ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോ പടച്ച തമ്പുരാനെ അന്നടിച്ചു മാറ്റിയ തേങ്ങ, അന്നത്തെ മൊബൈല്, റിയാലുകള്, ദിർഹമുകള്, ഡോളറുകള്, പെട്രോള്, ഉണക്കത്തേങ്ങ, റബ്ബർ ഷീറ്റ്, കോഴി, ആട്ടുംകുട്ടി എല്ലാം നിരന്നിങ്ങനെ കിടപ്പുണ്ട്. ഇത് മുഴുവനും എടുത്ത് അവന്റെ തോൾ ഭുജത്തിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് നേരെ അള്ളാന്റെ അടുക്കലേക്ക് പിടിച്ച് കയറി വരും. എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന വ്യാജേന ഇവനിങ്ങനെ കയറി വരുമ്പോൾ അള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഏ അല്ലാ, ഇതാ ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലെല്ലാം എന്റെ ചുമലിലുണ്ട് തമ്പുരാനെ. അള്ളാന്റെ അടുക്കലേക്ക് അവൻ കാണിക്കുമ്പോ വീണ്ടും അള്ളാഹു പറയും, ആ പഹേനെ അടിച്ചു വീണ്ടും നരകത്തിലേക്ക് വലിച്ചെറിയുക. വീണ്ടും അവനെ അടിച്ചു നരകത്തിലേക്ക് ഇടുകയാണത്രേ. അങ്ങനെ വീണ്ടും അവൻ അവസാനത്തെ തട്ടിലേക്ക് വന്ന് വീഴുന്നു. അതേപോലെ ആ ഒരവസ്ഥ തുടർച്ചയായി വിചാരിക്കും അവന്റെ ശിക്ഷ. പിന്നെ എടുക്കും, വീണ്ടും മുകളിലേക്ക് വരും, വീണ്ടും അടി താഴോട്ട് വരും, പിന്നെ എടുക്കും, മുകളിലേക്ക് പോകും, വീണ്ടും അടി താഴേക്ക് വരും. എന്തിനായി ഉണക്കത്തേങ്ങാക്ക് വേണ്ടി അടി കൊള്ളാൻ പോണത്? ഒഴിവാക്കി കൂടെ. വല്ലരും ആരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേരെ. ചെരുപ്പ് ഇപ്പൊ നമ്മൾ പറയാൻ പറ്റൂല, കൊണ്ടുവന്നിട്ടിട്ട് അങ്ങ് മിണ്ടാതെ സ്ഥലം വിട്ടു, ചോദിക്കാൻ നിൽക്കണ്ട. സീറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ, ആ പൈസ അവിടെ വീട്ടിൽ കൊണ്ടിട്ടേരെ, പറയാൻ പറ്റൂലല്ലോ. ഇല്ലെങ്കിൽ പരസ്യമായിട്ടൊരു പൊരുത്തം ചോദ്യര്, പരസ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ച്, അള്ളാഹു സഹോദരങ്ങൾ, നമ്മളൊന്നും അങ്ങനെ ചെയ്ത് കാണത്തില്ല, ഒരു കളിപ്പി അതങ്ങനെ ചെയ്ത് കാണൂല. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് തന്നേക്കണേ. ഞാൻ പൊറത്തിരിക്കുന്നു, നിങ്ങൾ എൻ്റെ എന്തെല്ലാം സാധനം എടുത്തിട്ടുണ്ടെങ്കിലും ഇയാളുടെ കയ്യിലും ഉണ്ടായിട്ട് വേണ്ടേ, അത് എന്തെല്ലാം എഴുതി, നിങ്ങൾ പൊരുത്തപ്പെട്ട്, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഓക്കെ. ഇല്ലെങ്കിൽ വല്ലാഹി അല്ലാഹുവാണ് സത്യം, നമ്മൾ ഈ ചെയ്യുന്ന അമൽ അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ്, ഒന്നിനും ഫായിദയില്ല. അതാണ് മഹാന്മാരായ മശായിഖന്മാർ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയന്നിട്ട് ഈ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങിയത്. എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ? എന്താ? BA യോ MBA യോ MA യോ MTech എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ 2 ഡിഗ്രി എടുത്തിട്ടുള്ളൂ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പാട് വേണ്ട, പ്രയാസം വേണ്ട, ഖേദം വേണ്ട, ദുഃഖം വേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരായിരുന്നു. വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയുടെ ബാപ്പയുടെ തഖ്വയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി ഒരു കോലത്തിൽ വരാൻ കാരണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി. പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി. പക്ഷെ ഇത് അള്ളാഹു, ഇത് ആരുടേതാണ് പടച്ചവനെ? വാപ്പാക്ക് വെപ്രാളം. ജീലാനി റഹ്മത്തുള്ളാഹിയുടെ വാപ്പാക്ക് വെപ്രാളം. നേരെ ഓടി, ആ വരുന്ന വഴിയിൽ കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുരയിടത്തിൽ കണ്ടു. അതിങ്ങനെ ഒരു ശിഖരം, ഒരു പഴത്തിന്റെ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു. ഇതിൽ നിന്നായിരിക്കാം. മുതലാളിയെ കണ്ടു, ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇവിടെ ജോലി ചെയ്. സൂക്ഷ്മത കണ്ടോ? അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം, ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബാപ്പായ്ക്ക് തഖ്വ ഉണ്ടായിരുന്നു, മോനും ഉണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ചത്, അതാണ് തഖ്വ. അല്ലാഹ് കൂടെ ഉണ്ട്. മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയോടും ബാക്കി 2 മഹാന്മാരോടും ഒരു കോഴി അറുത്തു കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുവിട്ട്, ആരും കാണാതെ
ആരും കാണാതെ അറുത്ത് കൊണ്ടുവരണം. രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോൾ ആരുമില്ല, അറുത്തുണ്ടെന്ന് മൊഹീദി ശേഖരമുള്ള അതേപോലെ മടങ്ങിക്കൊണ്ട്. എന്താ ഉസ്താദ് ചോദിച്ചു, എന്തേ? അത് ആരെയും കാണാതെ അറക്കാൻ കഴിഞ്ഞില്ല, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നാളിരി, മനസ്സിലായോ? അള്ളാഹു നാളിരി, അതാണ് അതിന്റെ അർത്ഥം. അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം എല്ലാ ഉമ്മത്തും. അതൊന്നും മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമാണ്. അപ്പൊ രണ്ടാമത്തെ ഓഫർ എന്താ? മഅയ്യത്ത്. അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാകും. അള്ളാഹു കൂടെ ഉണ്ടായാൽ പ്രശ്നമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഓടിച്ചുകൊണ്ട് വന്നു ഫറോവ. ഇന്ന മഅയ റബ്ബി ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എന്റെ കൂട്ടത്തിലുണ്ട്. രക്ഷപ്പെടുത്തി തരുമെന്നർത്ഥം. പേടിക്കണ്ട അനുയായികളെ, എന്റെ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട്, അവൻ രക്ഷപ്പെടുത്തും. രണ്ടാമത്തെ ഓഫർ അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകിയത് മഅയ്യത്ത്, കൂട്ടത്തിലുണ്ടാകും. അടുത്തത് മൂന്നാമത്തത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്ത് വെക്കുന്നു, ഹുബ്ബ് സ്നേഹം വെക്കുന്നു. ആരോട്? മുത്തഖീങ്ങളോടാണ് സ്നേഹം വെക്കുന്നത് അല്ലാഹു തആല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖീങ്ങളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. അല്ലാഹു സ്നേഹിച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അല്ലാഹു സ്നേഹിക്കുന്നു മുത്തഖീങ്ങളെ. ചുരുക്കി പറഞ്ഞു പോവാണ്, സമയം അടുത്തീർന്നു പോയി. മുത്തഖീങ്ങൾ അല്ലാഹു സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ശരി, അടുത്ത ഓഫർ അന്നജാതു മിനശ്ശദാഇദ്. നേരത്തെ അദാവത്തിൽ നിന്നാണ്. അന്നജാതു മിനൽ അഅദാ, വിരോധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം തരും മുത്തഖീങ്ങൾക്ക്. ഇപ്പോൾ മിനശ്ശദാഇദ്, പട്ടിണി, പ്രയാസം, ദുഃഖം, ദുരിതം, രോഗങ്ങൾ, ഇതേപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടോ സഹോദരി സഹോദരന്മാരെ? തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتق الله يدرى الله ഭയപ്പെടുന്നുവോ يجعل له مخرجا. സകലമായ പ്രശ്നങ്ങളിൽ നിന്നും, സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു അവന് രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭവും ഒരു വഴിയും അല്ലാഹു അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കേണ്ട, പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കണ്ട, ദാരിദ്ര്യത്തിന്റെ പേരിൽ ദുഃഖിക്കണ്ട, കടത്തിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട. നീ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? യജ്അൽ ലഹു മഖ്റജാ. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു തുറന്ന അവസരം അല്ലാഹു നിനക്ക് തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു എക്സിറ്റ്, ഒരു പോംവഴി അല്ലാഹു നിനക്ക് തുറന്നു തരും നീ പടച്ചവനെ ഭയപ്പെട്ടാൽ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. കച്ചവടം നടത്തിയിട്ട് പൊട്ടിപ്പോകുന്നു, രക്ഷയില്ല. കച്ചവടത്തിൽ ഒരു പ്രയോജനവുമില്ല. കടം കൊണ്ട് സഹിക്കാൻ കഴിയില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്, അർദ്ധപട്ടിണിയിലാണ്. പരിഹാരം ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ, മടങ്ങുക അല്ലാഹുവിലേക്ക്, തഖ്വയോടെ ജീവിക്കുക എങ്കിൽ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ അറിയാത്ത ഭാഗത്തുകൂടി അല്ലാഹു വജീനം അവനെത്തിച്ചു കൊടുക്കും, വിഭവങ്ങൾ അവനെത്തിച്ചു കൊടുക്കും, അവൻ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ആണ് റാസിഖ്, അവനാണ് റിസ്ഖ് നൽകുന്നവൻ, അവനാണ് അഭിവൃദ്ധി നൽകുന്നവൻ, അവനാണ് ജീവിതത്തിലും കുടുംബത്തിലും കച്ചവടത്തിലും ഐശ്വര്യം നൽകുന്നവൻ. അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുവൻ, അവനെ നിങ്ങൾ പേടിക്കുവൻ. നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ റിസ്ഖ് അല്ലാഹു വിശാലമാക്കി തരും.
ഖുർആനാണ് ഞാൻ ഓതിയിട്ട് പറയുന്നത്. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ലൈഫായ ആയത്ത്, സഹീഹായ ആയത്ത്, മൗലൂഹായ ആയത്ത് അങ്ങനെ ഒന്നുമില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ഒരു പോം വഴി അല്ലാഹു അവനെത്തിച്ചു കൊടുക്കും. അടുത്തത് പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോട്ടെ, ഇന്ന് ഇത് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് അടുത്ത് പറയാൻ പറ്റൂല. 10 മണി 5 മിനിറ്റ് ഓടിക്കുന്നതിന് കുഴപ്പമില്ലേ? കൂറിലിങ്ങളുടെ കാര്യം പറഞ്ഞ് നിർത്താം, എന്നിട്ട് അത് നാളെ പറയാം. നല്ല വരുവുള്ളൂ നിങ്ങൾ. അവിടം വരെ നമുക്ക് പോട്ടെ, അത് പറയുമ്പോൾ എവിടെയും ചാൻസ് ആണല്ലോ. അതുവരെ എത്തിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി. അപ്പൊ അടുത്തത് കാര്യം എളുപ്പമാക്കി തരും. കാര്യം പരീക്ഷ എളുപ്പമാക്കി തരും, ജോലി എളുപ്പമാക്കി തരും, വിസ എളുപ്പമാക്കി തരും, പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും. അവിടെ ഈ വിസ ഇഖാമ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടാം, അത് എളുപ്പം കിട്ടും. ഒരു വീടിന് വേണ്ടി അലയുന്ന പെട്ടെന്ന് ക്ലിയറായി കിട്ടും. ഒരു വണ്ടിക്ക് വേണ്ടി പെട്ടെന്ന് കിട്ടും. ഒരു അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും. ഞാനല്ല പറയുന്നത്, അല്ലാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറുണ്ടോ, അവനെ പേടിക്കാൻ തയ്യാറുണ്ടോ, അവനെ വഴിപ്പെടാൻ തയ്യാറുണ്ടോ, അവനെ ആരാധിക്കാൻ തയ്യാറുണ്ടോ, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. പോരെ ഖുർആൻ ശരിയല്ലേ? എളുപ്പമാക്കി കൊടുക്കും, കാര്യം എളുപ്പമാക്കി തരും അല്ലാഹു. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ, ഞങ്ങളുടെ കാര്യവും കഷ്ടപ്പാടും ഒക്കെ എളുപ്പമാക്കി താ അല്ലാഹ്, ഒന്ന് ലളിതമാക്കി താ അല്ലാഹ്, ബുദ്ധിമുട്ടൊന്ന് മാറ്റി താ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹ് എളുപ്പമാക്കി തരും. എപ്പോൾ? വമൻ യത്തഖില്ലാഹ്, ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, യജ്അൽ ലഹു മിൻ അംരിഹി, അവന്റെ കാര്യത്തിന് അല്ലാഹു ആക്കി കൊടുക്കും യുസ്റാ, എളുപ്പമായ മാർഗം. എല്ലാ കാര്യവും എളുപ്പമാവും. അള്ളാഹെ പേടിച്ചിട്ട് ഒന്ന് വന്ന് നിസ്കരിച്ച് ബാത്തി നോക്ക് വിസ കിട്ടുമല്ലോ എന്നറിയാം. ഇനി അതിന് വേണ്ടി വരാൻ നിൽക്കണ്ട. അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോഴാ പ്രശ്നം. കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളില്ല, വാ അള്ളാഹുവിലേക്ക് അടുക്ക്, പടച്ചവനോട് ചോദിക്ക്, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കാര്യം. ചോദിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ലേ? 80 വയസ്സായപ്പോ സക്കരിയ നബിക്ക് കൊടുത്തില്ലേ? വർഷങ്ങളായപ്പോ കൊടുത്തില്ലേ? നിങ്ങൾക്ക് അള്ളാഹ് തരും. അവർക്ക് കൊടുക്കാൻ കഴിവുള്ള അള്ളാഹ്ക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരണമെന്ന് ഇത്ര പാട്? തരും അള്ളാഹു. പക്ഷേ തഖ്വ, വമൻ യത്തഖില്ലാ, അള്ളാഹെ ഭയപ്പെട്, അള്ളാഹ് എളുപ്പമാക്കി തരും കാര്യങ്ങൾ. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, കാര്യങ്ങൾ അള്ളാഹ് എളുപ്പമാക്കി തരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഓഹരി തരും. നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പാടെ ഓഹരി മാത്രമല്ല, ഉമ്മാടെ ഓഹരി മാത്രമല്ല, അള്ളാഹ് 2 ഓഹരി തരാന്ന് പറഞ്ഞേക്കാം. അള്ളാഹ് 2 ഓഹരി തരാന്ന്. 2 സെന്റ് സ്ഥലം മതി. അള്ളാന്റെ ഭാഗത്ത് നിന്ന് 2 സെന്റ് സ്ഥലം കിട്ടിയ വലിയ കാര്യമാണ്. അള്ളാഹ് കൊടുക്കുന്ന ഓഹരി ആർക്കാണ്? അള്ളാഹ് കൊടുക്കുന്ന ഓഹരി അവിടെയും അള്ളാഹു തന്നെ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമനു ബിറസൂലി യുഅ്തികും കിഫ്ലൈൻ മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറാ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, അവന്റെ റസൂലിനെ വിശ്വസിച്ചാൽ, ആ ഹബീബായ തങ്ങളുടെ വഴിത്താരയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലക്കും നൂറാ, ഒന്നാമത്തെ ഓഹരി അല്ലാഹു തആല നിങ്ങൾക്ക് പ്രകാശം നൽകുകയും തംശൂന ബിഹി, അതുകൊണ്ട് ഏത് അന്ധകാര നിബിഡമായ ഇരുണ്ട യാമത്തിലേക്കും ഇരുണ്ട തുരുത്തിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകും.
പടച്ചവന്റെ നൂറ് കിട്ടിയാൽ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുർ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ശർഖിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറിനെ കുറിച്ച് പറയുന്നു, അവന്റെ പ്രകാശത്തെ കുറിച്ച് പറയുകയാണ്, അതിന്റെ വിശാലതയെ കുറിച്ച് പറയുകയാണ്. ആ നൂറ്, ആ പ്രകാശം അല്ലാഹു മുത്തഖീങ്ങളെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഏത് അമാവാസികളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിച്ചു പോകാം, ആരെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ പ്രവാചകന് നൂറ് അല്ലാഹു നൽകിയില്ലേ? ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പാവപ്പെട്ട ആ മഹദി അവர்கள் വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തുണികൾ ചേർത്ത് തയ്ക്കുകയായിരുന്നു. ചെറിയ ഒരു വിളക്ക്, അത് കെട്ടുപോയി. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തീപ്പെട്ടി ഒന്നുമില്ലാത്ത കാലഘട്ടം. വിളക്ക് കെട്ടുപോയാൽ, അണഞ്ഞു പോയാൽ അത് കത്തിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹദി അവர்கள் തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് വീണുപോയി, വിളക്കും കെട്ടുപോയി. ബഹുമാനപ്പെട്ട മഹദി അവர்கள் പരിധി നോക്കുകയാണ്, താഴെയെങ്ങും കാണുന്നില്ല, കുറ്റാക്കൂരിട്ടാണ്. ബഹുമാനപ്പെട്ട മഹദി അവர்கள் പരതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ലോകത്തിന്റെ ചൈതന്യം, മാനവകുലത്തിന്റെ മുഴുവനും വെളിച്ചമായ ഹബീബുനാ വ സയ്യിദുനാ വ സനദുനാ വ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദി അവരുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കേണ്ട താമസം, അവിടുത്തെ പ്രകാശം അതാ ആ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച ആ പ്രകാശത്താൽ എന്റെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി ഞാൻ പെറുക്കിയെടുത്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവെങ്കിൽ, സഹോദര, അല്ലാഹുവിനെ നീ ഭയപ്പെട്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ ആ നൂറ് നിങ്ങൾക്കും നൽകി ആദരിക്കും. കൃത്യമായി നമസ്കരിക്കുന്നവരുടെ മുഖത്തൊരു നൂറല്ലേ? നമ്മൾ പറയല്ലോ, അവന്റെ മുഖത്ത് നോക്കിയ ഒരു നൂറ്, ഒരു പ്രകാശം. ഖുർആൻ ഓതുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, നോമ്പ് പിടിക്കുന്നവർ, ഒരു പ്രത്യേകമായ നൂറ്. മഹാന്മാരുടെ മുഖത്ത് പ്രത്യേകമായ നൂറ് നമ്മൾ കാണാറില്ലേ, പറയാറില്ലേ? 40 ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 100 വെളിപ്പെടും. അതിനാണ് ഈ 40 ദിവസം ജമാഅത്തിൽ പോകാൻ പറയുന്നത്. കൃത്യമായിട്ട് ഇമാമും ജമാഅത്തും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോ മുസ്ലിയാരാണെങ്കിലും തങ്ങളാണെങ്കിലും പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജമാഅത്ത് അവൽ തക്ബീർ കിട്ടിക്കോണമെന്നൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ഉണർത്തി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ മോളെ നിസ്കരിച്ച് വ്യക്തികളെ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ നിസ്കരിപ്പിച്ച് അവിടെ മുതുവൊക്കെ ആകെ ഭാരം. വീട്ടിൽ പോയിട്ട് വേണം ഇത്തിരി കിടക്കാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 40 വഖത്ത് കൃത്യമായി നമസ്കരിക്കും. 100 അല്ലാഹു നൽകും, പ്രകാശം അല്ലാഹു നൽകും. അപ്പോ നീ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറായാൽ യുതിക്കും കിഫ്ലൈൻ മിർ റഹ്മതി വയജ്അൽ ലക്കും നൂറ തംശൂന ബിഹി, നിനക്ക് ആ പ്രകാരം ഒരു ടോർച്ച് അല്ലാഹു നൽകും, ഒരു ലൈറ്റ് അല്ലാഹു നൽകും. കൊണ്ട് നടക്കാം. രണ്ടാമത് എന്താ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തു തരും. 2 ഗുണം. എപ്പോഴാന്ന് പറയും? എല്ലാരും ഉറങ്ങി. വാഹൃദുവായി പറയട്ടെ, ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുമെന്ന്. എന്നാ പറയും. പിന്നെന്ത്, നമ്മളിത് പഠിക്കാനല്ലേ, അത് വാള് കേട്ടെന്ന് പറഞ്ഞാൽ കേട്ടിരുന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊള്ളാം ഉസ്താദേ, ബെസ്റ്റ് എന്ന് പറയലാണോ എൻ്റെ അർത്ഥം? നമ്മൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ ഒരു സുന്നത്തായിരുന്നു, സദസ്സിൽ നബിതങ്ങൾ താലീം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും സഹാബാക്കളോട്. അപ്പോൾ അവർ പറയും, അതൊരു സുന്നത്താണ്. അപ്പൊ നമ്മൾ ആ സുന്നത്ത് ഹയാത്താക്കി കൊണ്ടുപോകണം നസീഹത്ത് നടത്താൻ. അതല്ലാതെ ചുമ്മാതെ വാള് റബ്ബർ പോലെ വലിച്ചു നീട്ടിപ്പോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കാനാണല്ലോ ഒരുമിച്ച് കൂടിയത്, ഇല്ലേ ഉസ്താദേ? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ല മറ്റൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. 2 ദിവസത്തെ പ്രസംഗം അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. സമയം അതിക്രമിച്ച സംഭവം ശരിയല്ല, പക്ഷെ പറഞ്ഞു തീർക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കിന്റെ ബാക്കി നാളെ പറഞ്ഞിട്ട് തൗബ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം, പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല, വിഷയങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഹരിയും തരാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ എന്താപ്പാ?
ഇനി നിങ്ങളുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനത, പൊതുവെ അങ്ങനെയാണല്ലോ, നമ്മുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനതയാണ്. കാരണം നാവ് ശരിയല്ല, വാക്ക് ശരിയല്ല, സംസാരം ശരിയല്ല. അപ്പൊ നമ്മുടെ അമലുകളൊക്കെ ഇത്തിരി വേസ്റ്റ്, ഇച്ചിരി ന്യൂനതയുള്ളതായി പോകും. അങ്ങനെ ന്യൂനതയുള്ളതാണെങ്കിൽ അത് അല്ലാഹ് ശരിയാക്കി തരും, സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി തരാം. എപ്പോ? എന്നെ ഒന്ന് പേടിച്ച് അമലൊക്കെ ഞാൻ റെഡിയാക്കി തരാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവൻ, നല്ല വാക്ക് സംസാരിക്കുവൻ, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നാം നന്നാക്കി തരാം, നിങ്ങളുടെ പാപങ്ങളെ നാം മാപ്പാക്കി തരാം. ഓ, എത്ര ഓഫർ ഇല്ലേ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് എത്ര ഓഫർ. പാവവും കഴുകി കളഞ്ഞു തരാം, അമലൊക്കെ നന്നാക്കി തരാം. ഇപ്പൊ ഫ്രീ ആയിട്ടൊരു സർവീസ് ചെയ്ത്, വണ്ടി സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കൂലേ? ഒരു ബൈക്ക് എടുത്താൽ തന്നെ സർവീസ് ആണെങ്കിൽ 10,000 1500 രൂപ, ഒരു കാറാണെങ്കിൽ 3000 4000 രൂപ, കൂടെ കാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർവീസ് ചാർജ്. ബഹുമാനമുള്ളവരെ, അപ്പൊ നമ്മുടെ ശരീരത്തെ അള്ളാഹു സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. നീ തഖ്വ ഉള്ളവനായി മാറ്, നിസ്കരിക്ക്, ഇബാദത്ത്. ഇച്ചിരി ന്യൂനതകളൊക്കെ കാണും, ന്യൂനത ഇല്ലാതെ കുല്ലും മഈബുൻ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ എല്ലാത്തിലും ന്യൂനത ഉള്ളതാ. ന്യൂനത ഇല്ലാത്ത ആരുമില്ല, ന്യൂനത ഇല്ലാത്തത് ആരുമില്ല. അപ്പൊ ന്യൂനതകൾ കാണും, പക്ഷെ എങ്കിൽ അള്ളാഹയെ പേടിക്ക്, അള്ളാഹയെ പേടിക്ക്, ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹയെ പേടിക്ക്. അങ്ങനെ അള്ളാഹയെ പേടിക്കാൻ തയ്യാറായി നല്ല വാക്ക് സംസാരിക്കുന്നവനായാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമൽ ഞാൻ നന്നാക്കി തരാം, സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. മാത്രമല്ല ഒന്നുകൂടെ എത്തിക്കട്ടെ, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാവവും ഞാൻ മാപ്പാക്കി തരാം. പോരെ, ഇതിൽ കൂടുതൽ എന്താ വേണ്ട? അല്ലാഹു തആല ഇതിൽ കൂടുതൽ ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആർക്ക്? തഖ്വ ഉള്ളവർക്ക്, തഖ്വ ഉള്ളവർക്ക്, മുത്തഖീൻ. ഏത്? നമ്മളെപ്പം ഇത് പറഞ്ഞാലും തിരിച്ചെവിടേക്ക് പോകേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ പോകണം, അങ്ങോട്ട് പോകണം, അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ടത്. ഇതൊക്കെ ഉള്ളവർക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറുകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി പറയുന്നു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സദഖയാകട്ടെ, ഹജ്ജാകട്ടെ, വഅദ്, നസീഹത്ത്, ഖുർആൻ ഓതൽ, നഫൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ദുഹാ നമസ്കാരം, ഇശ്റാഖ് നമസ്കാരം, എല്ലാ ഇബാദത്തുകളും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലയോ? അല്ലേ? മോള് ഉറക്കം വരാതെങ്കിലും ഇരിക്കട്ടെ. നിങ്ങൾ മൂളാതിരിക്കുമ്പോൾ എനിക്ക് വന്ന് വേറെ ആർക്കുവാണെന്ന് അതേ അങ്ങ് പറ, പ്രശ്നം തീർന്നു. അത് നിർത്താൻ പോവാ, തീർന്നു. ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നില്ല, വണ്ടി ഇനി അങ്ങോട്ട് പോയ കട്ടർ നല്ല റോഡ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം നാളെ ആകുമ്പോൾ ടാറിട്ട് റെഡിയാക്കും, അപ്പൊ ബാക്കി അങ്ങോട്ടാവണം. നമ്മൾ ഈ ചെയ്യുന്ന സകലമായ അമലുകളും സ്വീകരിക്കണം എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ചെയ്യുന്ന നിസ്കാരമാകട്ടെ, ഇബാദത്താകട്ടെ, എല്ലാം ഒന്ന് സ്വീകരിക്കണം. അള്ളാഹു ഒന്ന് സ്വീകരിക്കണം, പടച്ചവനെ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന സകലമായ ജോലികളും, ഇല്ലേ? ശരി തന്നെ ആണല്ലോ. എന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ഇബാദത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്ന്? ആരിൽ നിന്ന്? അതാണ് അള്ളാഹു പറയാൻ പോകുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല സ്വീകരിക്കുന്നത്, കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത്, പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല, ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ശരി, അടുത്ത പടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ മുഴുവനും ചെയ്ത്, അമലുകൾ മുഴുവനും ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അന്ത്യസമയം നന്നാകണം. വേണ്ടേ? അന്ത്യസമയം നന്നായാൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് സകലമായ കാര്യങ്ങളിലും നീ
നന്നാക്കി തരയണമേ തമ്പുരാനെ. ദുനിയാവിന്റെ നിന്ദ്യതകളിൽ നിന്നും നിസാരതകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ അല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുവിൻ. ദുനിയാവിന്റെ നിസാരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം പടച്ചവനെ നിന്റെ തൃപ്തിക്ക് നിനക്ക് അനുകൂലമായ നിലയിൽ ആയിരിക്കണമല്ല, അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മളുടെയും ആഗ്രഹം എന്താ? മരിക്കുന്ന സമയം പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇല്ലേ? നമ്മളെ ആഖിബത്ത് അന്ത്യ സമയം നന്നാവണം. അതുവരെ എല്ലാവരും കാണും. പാമ്പ് കടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, വണ്ടി ഇടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, പനി വന്നാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നാലും ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ ആളുണ്ട്, വീടില്ലെങ്കിലും സഹായിക്കാൻ ആളുണ്ട്, പെണ്ണ് കെട്ടിക്കാനെല്ലാം സഹായിക്കാൻ ആളുണ്ട്, എല്ലാം സഹായിക്കാൻ ആളുണ്ട്. അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നാക്കി കൊടുക്കുന്നത് ആർക്കാണെന്ന് പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ആഖിബത്താണ് അല്ലാഹു നന്നാക്കി കൊടുക്കുക. ആരുടെ ആഖിബത്ത്? മുത്തഖീൻ. ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ ആഖിബത്ത് അന്ത്യ സമയം അല്ലാഹു നന്നാക്കി കൊടുക്കും. അല്ലാഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മളെ മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ഈ ലോകത്തിന് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ, അല്ലാഹു സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ. എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. മരിച്ചു, ആഖിബത്ത് നന്നായി മരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ സ്വർഗത്തിൽ എത്തുന്നത് ആര്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം, സമയം കൂടുതലായി. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് ആര്, അത് അല്ലാഹു പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗബയുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗം പരിശുദ്ധമായ ഈ മാസത്തിൽ, ഈ രാവുകളിൽ പരിശുദ്ധമായ ഇബാദത്തുകളിലൂടെയും തൗബകളിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യം, റഹ്മത്ത്, ഫള് കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി നമ്മൾ തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ ഉദ്ഘാടനമോ ആശംസയോ ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി. മഗ്രിബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.